വർദ്ധിപ്പിച്ച കൂലി നൽകാനാകില്ലെന്ന് തോട്ടം ഉടമകൾ. നികുതി ഇളവടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ വാക്കുപാലിച്ചില്ലെന്നും നാളത്തെ PLC യോഗത്തിൽ തീരുമാനമായില്ലെങ്കിൽ തോട്ടം അടച്ചുപൂട്ടേണ്ടി വരുമെന്നും തോട്ടം ഉടമകൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് സമരം പാടില്ലെന്ന് സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് ഒത്തുതീർപ്പിന് തയ്യാറായതെന്നും തോട്ടം ഉടമകൾ വ്യക്തമാക്കി. സംസ്ഥാന വ്യാപകമായി നടന്ന തോട്ടം തൊഴിലാളികളുടെ സമരം അവസാനിപ്പിക്കാൻ PLC യോഗം ചേർന്ന് പ്രഖ്യാപിച്ച വേതന വർധനവ് നടപ്പാക്കാനാകില്ലെന്നാണ് തോട്ടമുടമകളുടെ നിലപാട്. വർദ്ധിപ്പിച്ച കൂലി ഇപ്പോൾ നൽകാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സർക്കാരിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കഴിഞ്ഞ PLC യോഗത്തിൽ വേതന വർധനവ് അംഗീകരിച്ചതെന്നും അസോസിയേഷൻ ഓഫ് പ്ലാന്റേഷൻസ് കേരള പ്രസിഡന്റ് C. വിനയരാഘവൻ പറഞ്ഞു. പല ഇലക്ഷനുകളും വരുന്നതുകൊണ്ട് സർക്കാർ ഞങ്ങളെ വന്നിട്ട് പറഞ്ഞ് ഈ പറഞ്ഞ 301 രൂപ 302 രൂപ സമ്മതിക്കാൻ വേണ്ടി ഞങ്ങൾ നിർബന്ധിതരായി. അത് ഞങ്ങളുടെ വോളണ്ടറി ആയിട്ട് ഞങ്ങൾ എഗ്രി ചെയ്തതല്ല. അതൊരു അന്നത്തെ പ്രത്യേക സിറ്റുവേഷനിലാണ് വന്നത്. PLC യോഗത്തിൽ സർക്കാർ ഉറപ്പു നൽകിയ നികുതി ഇളവടക്കമുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കിയിട്ടില്ല. അവ നടപ്പാക്കിയാൽ തന്നെ ഘട്ടം ഘട്ടമായി മാത്രമേ കൂലി വർദ്ധിപ്പിക്കാനാകൂ. നാളെ നടക്കുന്ന PLC യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ തോട്ടങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും വിനയരാഘവൻ വ്യക്തമാക്കി. അതേസമയം PLC യോഗത്തിൽ അംഗീകരിച്ച വർദ്ധിപ്പിച്ച കൂലി നൽകിയില്ലെങ്കിൽ തോട്ടങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. അതേസമയം തോട്ടമുടമകളും സർക്കാരും ഒത്തുകളിക്കുകയാണെന്നും തോട്ടങ്ങൾ സർക്കാർ പിടിച്ചെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. ഈ തോട്ടം ഉടമകളുടെ ഭീഷണി കേരള ഗവൺമെന്റുമായിട്ട് ഉള്ളൊരു ഒത്തുകളിയാണെന്ന് വേണം കരുതാൻ. ഗവൺമെന്റിന്റെ സ്ഥലമാണ് ഇവന്മാരെല്ലാം കൈവച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ സ്ഥലം ഒരു നിയമം കൊണ്ടുവന്ന് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചെടുക്കാതെ ഇവന്മാരുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ കഴിയില്ല. വർദ്ധിപ്പിച്ച വേതനം ലഭിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് തോട്ടം തൊഴിലാളികളും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തോട്ടം തൊഴിലാളികൾക്ക് കൂലി വർദ്ധിപ്പിക്കാനുള്ള നിയമ അനുസൃത ഉത്തരവാദിത്വം തോട്ടം ഉടമകൾക്കുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. തോട്ടം ഉടമകളും സർക്കാരും തൊഴിലാളികളെ കബളിപ്പിക്കുകയാണെന്നും തോട്ടം സമരം CPIM ഏറ്റെടുക്കുമെന്നും കോടിയേരി പറഞ്ഞു. തോട്ടം ഉടമകളും ഗവൺമെന്റും കൂടി തൊഴിലാളികളോട് സ്വീകരിക്കുന്ന വഞ്ചനാപരമായൊരു സമീപനമാണ്. ഇതുവരെയായിട്ടും ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. മാനേജ്മെൻറ്റ് ഒത്തുതീർപ്പ് നടപ്പാക്കാനും തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്കൊരു സമരം മാത്രമേ വഴിയുള്ളൂ. ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും CPMന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കും. ഇതിൽ ഏറ്റവും വലിയ കള്ളക്കളി കളിക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി അന്ന് മാനേജ്മെൻറ്റുമായിട്ടുണ്ടാക്കിയ കരാർ എന്തായിരുന്നു? തൽക്കാലങ്ങൾ പ്രഖ്യാപിച്ചോ, പിന്നെ കൊടുക്കണ്ട എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഈ കാര്യത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള കരാർ, അവർക്ക് കൊടുത്ത വാക്കെന്താണ്, അത് നടപ്പാക്കാത്തതിനെതിരായി സർക്കാർ ശക്തമായ നടപടിയെടുക്കണം. തോട്ടം ഉടമകളുടെ നിലപാട് ധിക്കാരപരമാണെന്ന് എളമരം കരീം. ഒത്തുകളി എന്ന ആരോപണത്തിന് മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. തോട്ടം തൊഴിലാളികളുടെ കൂലി പ്രശ്നം സംബന്ധിച്ചുണ്ടാക്കിയ ഒത്തുതീർപ്പ് നടപ്പാക്കില്ല എന്ന മാനേജ്മെന്റ് നിലപാട് കടുത്ത ധിക്കാരമാണ്. കേരളത്തിലെ തോട്ടം തൊഴിലാളികളുടെ ചരിത്രത്തിലെ ഏറ്റവും ദീർഘിച്ച പണിമുടക്ക് സമരത്തിന്റെ ഒടുവിലാണ് വേതനം പരിഷ്കരിച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പുണ്ടാവുന്നത്. ആ ഒത്തുതീർപ്പ് നടപ്പാക്കണം എന്ന് ശഠിച്ച് മാനേജ്മെന്റിനെ കൊണ്ട് നടപ്പാക്കി. KM മാണിക്ക് പണം നൽകിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് തെളിഞ്ഞു. ബിജു രമേശ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിലാണ് പരാമർശം. രഹസ്യമൊഴിയിൽ മുഖ്യമന്ത്രിക്കെതിരെ 6 സ്ഥലത്ത് പരാമർശമുണ്ട്. മാണിക്ക് പണം നൽകിയ ദിവസം രാവിലെ ബാർ ഉടമകളും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബാർക്കോഴ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതത്തോടെയുമാണ് പണം കൈമാറ്റം നടന്നതെന്നാണ് തെളിവുകൾ വ്യക്തമാക്കുന്നത്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ബിജു രമേശ് നൽകിയ രഹസ്യമൊഴിയിൽ മുഖ്യമന്ത്രിക്കെതിരെ 6 സ്ഥലത്താണ് ഗുരുതര പരാമർശമുള്ളത്. 4-ാം പേജിലും 5-ാം പേജിലും ബിജു രമേശ് ഇങ്ങനെ പറയുന്നു: 22/3/2014 രാവിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാവിലെ KM മാണിയെ കാണാനായി പോയി. പോകുന്ന വഴിക്ക് 15 ലക്ഷം രൂപ റെഡിയാക്കി വെക്കാൻ സാജു ഡൊമിനിക്, അംബാസഡർ തങ്കച്ചൻ എന്നീ ബാർ ഉടമകൾക്ക് രാജ്കുമാർ ഉണ്ണി നിർദ്ദേശം നൽകി. KM മാണിക്ക് പണം കൈമാറുന്ന ദിവസം രാവിലെ മുഖ്യമന്ത്രിയെ കണ്ടു എന്നതും പണം കൈമാറിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നതും വിജിലൻസ് അന്വേഷിച്ചില്ല. പേജ് 3-ലും 4-ലും പൂട്ടിപ്പോയ 418 ബാറുകളുടെ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കി തരാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായും പറയുന്നു. പൂട്ടിപ്പോയ ബാറുകൾ തുറക്കുന്ന വിഷയത്തിൽ KM മാണിക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിയാത്തതിനാൽ ഇപ്പോൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ തുക ഇനി നൽകേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായി പേജ് 16-ലും പറയുന്നു. ഇതാകെ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് ബാർ കോഴയിലെ ഇടപാടുകൾ നടന്നതെന്നാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ബാർ കേസിൽ KM മാണിക്ക് നീതി ലഭിച്ചില്ലെന്ന് ജോസ് കെ മാണി. ഇക്കാര്യത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ചിലതൊക്കെ നടന്നു. പാലായിലെ സ്വീകരണ യോഗത്തിൽ ചെയർമാൻ പറഞ്ഞത് ജനങ്ങളുടെ അഭിപ്രായമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു.
അതെല്ലാം നിങ്ങൾ പരിശോധിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ രാജിവെച്ചതിന് ശേഷം പാലായിൽ നടത്തിയ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സംഭവവാസങ്ങളിലൊക്കെ വളരെ ഒളിഞ്ഞും തെളിഞ്ഞും പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. രാജിവെച്ച പി സി ജോർജിനെ അയോഗ്യനാക്കിയ സ്പീക്കറുടെ നടപടി തെറ്റാണെന്ന് വക്കം പുരുഷോത്തമൻ. സ്പീക്കർ ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണനും തന്നെ വിമർശിക്കുന്നവർ നിയമവശം അറിയാത്തവരാണെന്ന് സ്പീക്കർ ശക്തനും പ്രതികരിച്ചു. രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രസക്തിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആരോപണം ആർക്കും ഉന്നയിക്കാം, പക്ഷെ അത് തെളിയിക്കപ്പെടാതെ അയാളെ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സ്പീക്കർ ഒരു ഏകാധിപതിയെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. സ്പീക്കർക്ക് നിയമസഭയുടെ നടപടിച്ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് വിപുലമായ അധികാരങ്ങളുണ്ട്. അത്തരം അധികാരങ്ങൾ വിവേചനപൂർവ്വം പ്രവർത്തിക്കുമ്പോഴാണ് ഒരു നല്ല സ്പീക്കറായിട്ട് മാറുന്നത്. അത് എപ്പോൾ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് സ്പീക്കർക്ക് തിരിച്ചറിവുണ്ടാകണം. സാമാന്യ നീതിക്ക് നിരക്കുന്ന വിധത്തിലാണ് ഒരു സ്പീക്കർ തീരുമാനമെടുക്കേണ്ടത്. അത്തരത്തിലൊരു തീരുമാനമല്ല പി സി ജോർജിൻ്റെ കാര്യത്തിൽ സ്പീക്കറുടെ ഭാഗത്തുണ്ടായത്. പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി രാജി ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഒരു രാജി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ രാജി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. രാജിവെച്ച ഒരാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ എന്തിന് സ്പീക്കർ തയ്യാറായി? ആ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റിലും ഇന്ത്യയിലെ മറ്റ് നിയമസഭകളിലും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നപ്പോൾ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കാതെയാണ് ഇതിനെ വിമർശിക്കുന്നവർ. ഇതിനെപ്പറ്റി വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ പോലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്പീക്കർ എന്ന നിലയിൽ തിരിച്ചു പറയുന്നത് ശരിയല്ല. പാർലമെൻറ്റിൽ എന്ത് നടന്നു എന്ന് അവർ മനസ്സിലാക്കണം. മറ്റ് നിയമസഭകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. കോടതികൾ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അതിനെപ്പറ്റി അറിവില്ലാത്തവരാണ്, അതിനെപ്പറ്റി ഒന്നും മനസ്സിലാക്കാത്തവരാണ് ഇതിനെ വിമർശിച്ചിരിക്കുന്നത്. ഞാൻ ചെയ്തത് നിയമപരമായി 100% ശരിയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് JDU അടവ് നയം സ്വീകരിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. ഐക്യ ജനതാദളിന്റെ മുതിർന്ന നേതാവ് വർഗീസ് ജോർജാണ് സംസ്ഥാനത്ത് പാർട്ടി UDF വിരുദ്ധ നിലപാട് സ്വീകരിച്ചതായി പീപ്പിളിനോട് വെളിപ്പെടുത്തിയത്. ദേശീയ രാഷ്ട്രീയം മാറുന്ന സാഹചര്യത്തിൽ കേരളത്തിലും മാറ്റമുണ്ടാകും എന്ന MP വീരേന്ദ്രകുമാറിന്റെ പ്രസ്താവനയുടെ ചുവട് പിടിച്ചുള്ള വെളിപ്പെടുത്തൽ സംസ്ഥാനത്ത് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര നേതൃത്വത്തിന്റെ താൽപര്യപ്രകാരം സംസ്ഥാനത്തും രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യതയുണ്ടെന്ന MP വീരേന്ദ്രകുമാറിന്റെ പ്രസ്താവനയുടെ ചുവട് പിടിച്ചാണ് സോഷ്യലിസ്റ്റ് ജനതയുടെ മുതിർന്ന നേതാവ് വർഗീസ് ജോർജ് പീപ്പിളിനോട് സംസാരിച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പാർട്ടി അടവ് നയം സ്വീകരിച്ചുവെന്ന വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തി. UDFിലെ സീറ്റ് വിഭജനത്തിലെ പോരായ്മയാണ് പാർട്ടിയെ അടവ് നയം സ്വീകരിക്കാൻ നിർബന്ധിതമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ 4 പഞ്ചായത്തുകളിലും മറ്റ് ജില്ലകളിലെ ഏതാനും പഞ്ചായത്തുകളിലുമാണ് അടവ് നയം സ്വീകരിച്ചിട്ടുള്ളത്. അത് വ്യാപകമായ ഒരു നയമായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അത് കാണിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സീറ്റ് തിരഞ്ഞെടുപ്പിൽ ഉള്ള ഒരു അസന്തുലിതാവസ്ഥയാണ് അത് കാണിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വ്യാപകമായ തോതിൽ ഒരു അടവ് നയം പ്രയോഗിച്ചിട്ടില്ല. മുന്നണിയുടെ ഡിസിപ്ലിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് പരമാവധി പ്രവർത്തിച്ചിട്ടുള്ളത്. സീറ്റ് തർക്കത്തെ തുടർന്ന് LDF വിട്ട് UDFിൽ ചേക്കേറിയ ജനതാദളിന് അത് വലിയ നഷ്ടമുണ്ടാക്കിയെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ അവഗണിച്ച UDF നേതൃത്വം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അടുത്തു തന്നെ സോഷ്യലിസ്റ്റ് ജനത ഇടത് ചേരിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഇതിന്റെ ഭാഗം കൂടിയാണ് UDFിൽ നിന്നുകൊണ്ടുള്ള സോഷ്യലിസ്റ്റ് ജനതയുടെ അടവ് നയം സ്വീകരിക്കൽ. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. JDUവിനെ LDFിലേക്ക് സ്വാഗതം ചെയ്ത് CPI. ദേശീയ രാഷ്ട്രീയ സ്ഥിതിയിൽ JDU LDFിനൊപ്പം നിൽക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വിട്ടുപോയ പാർട്ടികളൊക്കെ തിരിച്ചു വരണം എന്ന ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഈ ജനതാ പരിവാറിൻ്റെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഏകീകരണത്തിലേക്കാണ് അത് മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ ആ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ JDU ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കേണ്ടവരാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കണ്ണൂരിൽ കോൺഗ്രസിന് ലീഗിന്റെ അന്ത്യശാസനം. PK രാഗേഷിന്റെ കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കണമെന്ന ലീഗിന്റെ അന്ത്യശാസനം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുകയാണ്.
കെ രാഗേഷിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഭരണം നേടിയാലും കോൺഗ്രസിൽ പ്രശ്നങ്ങൾ തുടരുമെന്നും ഭരണമെന്നും പ്രതിസന്ധിയിലാകുമെന്നുമാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. കണ്ണൂർ കോർപ്പറേഷൻ ഭരണം സംബന്ധിച്ച് KPCC നിയോഗിച്ച ഉപസമിതി യോഗവും പരാജയപ്പെട്ടതോടെ മുസ്ലിം ലീഗ് അന്ത്യശാസനവുമായി രംഗത്തെത്തി. കോർപ്പറേഷനിൽ 10 സീറ്റ് നേടിയ മുസ്ലിം ലീഗുമായി നേരത്തെ സീറ്റ് വിഭജന ചർച്ചയിൽ തന്നെ ചില സീറ്റുകളിൽ കോൺഗ്രസ് തീരുമാനമായിരുന്നു. വിമത സ്ഥാനാർത്ഥി കെ രാഗേഷിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുമ്പോൾ ലീഗിൽ ഉയരുന്ന പ്രശ്നങ്ങളും രൂക്ഷമാവും. കെ രാഗേഷ് പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഗണിക്കണമെന്നതാണ് ഇപ്പോൾ ലീഗ് ഉന്നയിക്കുന്ന ആവശ്യം. അയ്യയ്യോ, രാഗേഷ് ഞങ്ങളുടെ മുമ്പിൽ ഒരു ചിത്രമേ ഇല്ല. കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് എന്താണ്? കോൺഗ്രസ് UDF നിലനിർത്താൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഭരണം നിലനിർത്താൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവരുടെ അഭിപ്രായം പറയും. ഞങ്ങളുടെ അത് ആ നിലപാടാണ്. സ്വാഭാവികമായും അവരുടെ അടുത്തും ഞങ്ങളുടെ അടുത്തും പിന്നെ ദിവസങ്ങളില്ലല്ലോ. ഇനി 2 ദിവസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അന്തിമ തീരുമാനം ഉണ്ടാകും. അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള ലീഗ് നേതാക്കളും കോൺഗ്രസ് I വിഭാഗം നേതാക്കളും ഗസ്റ്റ് ഹൌസിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇതൊരു യുദ്ധമാണെന്നും UDF ഒറ്റക്കെട്ടാണെന്നും 18-ന് മാത്രമേ പ്രതിസന്ധി അവസാനിക്കുകയുള്ളൂ എന്നുമാണ് യുദ്ധതന്ത്രങ്ങൾ വ്യക്തമാക്കാതെ കെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ശത്രു ആരെന്ന് മാത്രം സുധാകരൻ വ്യക്തമാക്കിയില്ല. ഇതൊരു യുദ്ധത്തിന്റെ തന്ത്രം ആരെങ്കിലും വെളിപ്പെടുത്തുമോ? അങ്ങനെയില്ലല്ലോ. യുദ്ധമാണ്. അതിന് കുറെ സ്ട്രാറ്റജിക്കൽ കുറെ യുദ്ധതന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾ എല്ലാം പ്രയോഗിക്കും. പക്ഷെ ആ തന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഞങ്ങൾ ഒരു കെട്ടായിരിക്കും. എതിരാളികൾ ജയിക്കുന്നതാകുമോ യുദ്ധം? അതൊന്നും പ്രവചിക്കാൻ കഴിയില്ല. യുദ്ധത്തിന്റെ ഫലം അത് തീരാതെ പറയാൻ പറ്റും. ഞങ്ങൾ 100% ഈ കോർപ്പറേഷൻ UDF ഭരിക്കും. ഇപ്പോൾ നടക്കുന്നത് യുദ്ധമാണ്. യുദ്ധതന്ത്രങ്ങൾ പുറത്തു പറയാനാവില്ലെന്നാണ് UDF യോഗത്തിന് ശേഷം കെ സുധാകരൻ വെളിപ്പെടുത്തിയത്. കളത്തിനു പുറത്ത് LDF കോർപ്പറേഷൻ കൈയടക്കുമോ? കണ്ണൂരിൽ നിന്നും PV ജോഷില. ബംഗാളിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന് സീതാറാം യെച്ചൂരി. ബംഗാളിൽ തൃണമൂൽ BJP രഹസ്യ ധാരണയെന്നും സീതാറാം യെച്ചൂരി. കൊൽക്കത്ത പ്ലീനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിസംബർ 27 മുതൽ 31 വരെ കൊൽക്കത്തയിൽ ചേരുന്ന പാർട്ടി പ്ലീനത്തിന്റെ പ്രചരണ പരിപാടികൾ മമതാ ബാനർജി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്ക് എതിരെയുള്ള പ്രതിഷേധം കൂടിയാക്കി മാറ്റാനാണ് CPIM പശ്ചിമ ബംഗാൾ ഘടകം തയ്യാറെടുക്കുന്നത്. തൃണമൂൽ അതിക്രമങ്ങൾ, വർഗീയത, വിലക്കയറ്റം തുടങ്ങിയവയ്ക്കെതിരായ ബംഗാൾ ജനതയുടെ ജനകീയ മുന്നേറ്റമായിരിക്കും പ്ലീനത്തിന്റെ പ്രചരണ പരിപാടികളെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. Very extensive people's movement that has been launched in connection with the plenum on the important issue of restoration of democracy in Bengal, which is under terrible stress and strain with growing violence, intimidation and terror by the ruling state government in Bengal of the Trinamool Congress. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ ബ്രിഗേഡ് പരേഡ് മൈതാനത്ത് 10 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന ബഹുജന റാലിയോടുകൂടിയാണ് പ്ലീനത്തിന് തുടക്കമാകുക. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 436 പ്രതിനിധികൾ പ്ലീനത്തിൽ പങ്കെടുക്കും. പ്ലീനത്തിന്റെ ലോഗോ പ്രകാശനം പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ബംഗാളിൽ നിന്നുള്ള PB അംഗങ്ങളായ സൂര്യകാന്ത് മിശ്ര, മുഹമ്മദ് സലീം, ബിമൽ ബസു എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സംഘടനാ റിപ്പോർട്ടും സംഘടനാ പ്രമേയവുമാണ് പ്ലീനത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന രേഖകൾ. ദില്ലിയിൽ ഇപ്പോൾ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം സംഘടനാ റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകും. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. NSS നിലപാട് വ്യക്തമാക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. നായർ ഈഴവ ഐക്യം തകർന്നതിന്റെ കാരണം വ്യക്തമാക്കണമെന്നും തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എങ്ങനെ അതകന്നു പോയെന്ന് എനിക്കറിയില്ല. സുഭാകരൻ നായർ അദ്ദേഹവുമായിട്ട് ഞാൻ ചർച്ച ചെയ്തു. അദ്ദേഹം ചർച്ച ഉണ്ടായി. അത് എങ്ങനെ തെറ്റിപ്പോയി എന്നുള്ള കാര്യം ഇന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പറഞ്ഞ് എൻ്റെ ഭാഗത്തുനിന്നാണ് തെറ്റെങ്കിൽ ഞാൻ തെറ്റിദ്ധരുത്താൻ തയ്യാറാണ്. അതല്ലാതെ ഞാൻ ഒരിക്കലും ഒരു പൊതു താല്പര്യത്തിനോ സമൂഹ താല്പര്യത്തിനോ സമുദായ താല്പര്യത്തിനോ വേണ്ടി വാശി പിടിക്കില്ല. സ്വച്ഛ് ഭാരത് പദ്ധതി നടപ്പിലാക്കുന്നതിനായുള്ള പ്രത്യേക തീരുവ ഇന്നു മുതൽ നിലവിൽ വന്നു. ഒട്ടുമിക്ക സേവനങ്ങൾക്ക് മേൽ 0.5% അധിക തീരുവ ചുമത്തുന്നതോടെ സാധാരണക്കാരുടെ ജീവിതഭാരം വർദ്ധിക്കും. അതേസമയം കോർപ്പറേറ്റ് നികുതി വർദ്ധിപ്പിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടുമില്ല. ഒരു വർഷം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊട്ടിഘോഷിച്ചു നടപ്പാക്കിയ സ്വച്ഛ് ഭാരത് പദ്ധതി എവിടെയും എത്തിയില്ല. പദ്ധതി യാഥാർത്ഥ്യമാവണമെങ്കിൽ രാജ്യത്ത് 13 കോടി പുതിയ ശൌചാലയങ്ങൾ നിർമ്മിക്കണം. ഇതിനായി 2 ലക്ഷം കോടി രൂപ കേന്ദ്രം നീക്കിവെക്കണം. എന്നാൽ കേന്ദ്രം ഇതുവരെ നീക്കിവെച്ചതാകട്ടെ വെറും 5000 കോടി രൂപ മാത്രം.
പദ്ധതിക്കായി വ്യവസായികളുടെ സഹായം നേരത്തെ കേന്ദ്രം ആരാഞ്ഞിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ വിശ്വസ്തരായ കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ മുഖം തിരിഞ്ഞു നിന്നു. കോർപ്പറേറ്റ് നികുതിയിൽ പ്രത്യേക തീരുവ ചുമത്തണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. എന്നാൽ വ്യവസായ ലോകത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ഈ നീക്കത്തിൽ നിന്നും കേന്ദ്രം പിന്മാറി. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ 5 ലക്ഷം കോടി രൂപയുടെ ഇളവുകളാണ് വ്യവസായ മേഖലയ്ക്ക് കേന്ദ്രം നൽകിയിരുന്നത്. വരുന്ന ബജറ്റിൽ വ്യവസായ മേഖലയ്ക്കുള്ള ഇളവുകൾ കുറച്ച് ആ തുക സ്വച്ഛ് ഭാരത് പദ്ധതിക്കായി നീക്കിവെക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. ഈ ആവശ്യവും കേന്ദ്രം തള്ളി. സേവന നികുതിക്കുമേൽ 0.5% അധിക തീരുവ ചുമത്തുന്നതോടെ ടെലികോം സേവനങ്ങൾ മുതൽ ഹോട്ടൽ ഭക്ഷണം വരെയുള്ളവയ്ക്കെല്ലാം വില വർദ്ധിക്കും. ശുചിത്വത്തിൽ രാജ്യത്ത് തന്നെ മാതൃകയായ കേരളീയരെയായിരിക്കും സ്വച്ഛ് ഭാരത് തീരുവ ഏറ്റവും ദോഷകരമായി ബാധിക്കുക. ന്യൂസ് ഡെസ്ക്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചു. പെട്രോൾ ലിറ്ററിന് 36 പൈസയും ഡീസലിന് 87 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ വില ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ഭീകരവാദത്തിനെതിരെ മാനവരാശി ഒന്നിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ ആക്രമണത്തിനെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ബ്രിക്സ് ഉച്ചകോടിയിൽ പറഞ്ഞു. അതേസമയം തുർക്കിയിലും IS ചാവേർ ആക്രമണമുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത്. G20 ഉച്ചകോടി നാളെ തുർക്കിയിലെ അന്ത്യാലിൽ നടക്കാനിരിക്കെയാണ് സ്ഫോടനം. ഉച്ചകോടിയുടെ വേദിയിൽ ലോക നേതാക്കളുമായി ആഗോള സാമ്പത്തിക സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്ന് മോദി നേരത്തെ പറഞ്ഞിരുന്നു. 3 ദിവസത്തെ ബ്രിട്ടീഷ് സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി തുർക്കിയിൽ എത്തിയത്. ബംഗളൂരു സ്ഫോടന കേസിലെ സാക്ഷികളെ താൻ നേരിട്ട് കണ്ടതായി തടിയന്റെ വിട നസീറിന്റെ കൂട്ടാളി ഷഹനാസ്. നസീറിന്റെ നിർദ്ദേശപ്രകാരമാണ് മൊഴിമാറ്റത്തിന് നിർദ്ദേശിക്കാൻ ഇവരെ കണ്ടത് എന്നും ഷഹനാസ് പോലീസിനോട് സമ്മതിച്ചു. ബാംഗ്ലൂർ സ്ഫോടന കേസിലെ സാക്ഷികളെ നേരിട്ട് കാണണമെന്നും ഇവരോട് എന്തു പറയണമെന്നും തടിയന്റെ വിട നസീർ നൽകിയ കത്തിൽ ഷഹനാസിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഇയാൾ സാക്ഷികളെ കണ്ടത്. കേസ് ദുർബലപ്പെടുത്താൻ സാക്ഷികളെ മൊഴിമാറ്റത്തിന് പ്രേരിപ്പിക്കാനായിരുന്നു നസീറിന്റെ നിർദ്ദേശം. തുടർ പ്രവർത്തനത്തിന് നസീറിന്റെ ആജ്ഞയ്ക്ക് കാത്തിരിക്കവെയാണ് ഷഹനാസ് പിടിയിലാകുന്നത്. ഇയാളുടെ എറണാകുളത്തെ പുക്കാട്ടുപടിയിലുള്ള വീട് പരിശോധിച്ച പോലീസിന് ഇവിടെ നിന്ന് ചില രേഖകളും താക്കോലുകളും ലഭിച്ചു. താക്കോൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാകാമെന്നും അത് നസീറിന്റെ കൈവിലങ്ങുകളുടേതാകാമെന്നും പോലീസ് സംശയിക്കുന്നു. അതിനിടെ നസീറിന്റെ കോടതിയിലേക്കുള്ള നീക്കങ്ങളുടെ വിവരങ്ങൾ നസീറിന്റെ കൂട്ടാളികൾക്ക് ബാംഗ്ലൂർ പോലീസിലെ ചിലർ ചോർത്തി നൽകിയതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. ബാംഗ്ലൂർ പോലീസിലെ ഉന്നതർ ഷഹനാസിനെ ചോദ്യം ചെയ്യാൻ കൊച്ചിയിലേക്ക് തിരിച്ചതായും സൂചനകളുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.